ടീച്ചറല്ലേ എന്നെ ആശ്വസിപ്പിക്കണത്. ഇപ്പം ടീച്ചർ കരയണം, ടീച്ചർ കരയാൻ പാടില്ലെന്ന് പറയും. അല്ലടി ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. അതിനെന്താ കുഴപ്പം ടീച്ചറെ? ടീച്ചർ ഒന്ന് കലപുരി പോയാൽ മതി കൃപാസനത്തിൽ. അയ്യോ അതെവിടെയാണ്, ഇവിടെ കൊണ്ടുപോയി ആര് കൊണ്ടുപോകാൻ, ഞാൻ പോകിട്ടില്ല എന്നൊക്കെ പറയും. അല്ല ടീച്ചറെ പോകണ്ട, അവിടെ എന്തൊക്കെ അത് എങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിക്കും. ഉടമ്പടിയുടെ കാര്യമൊക്കെ ഇവൾ പറയും. അപ്പോഴും ടീച്ചർ പറഞ്ഞിട്ട് രാത്രി എന്നോട് പറഞ്ഞത് അങ്ങനെയാണല്ല, അതാണല്ലേ ഇവൾ പറയണത് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഉടനെ ഓൺലൈൻ ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ട് അപ്പം തന്നെ മകൻ വിളിക്കും, അമ്മ എല്ലായിടത്തുനിന്നും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും. ഞാൻ എന്നെ റിജക്റ്റ് ചെയ്ത എല്ലാ കമ്പനിയിൽ നിന്നും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും. എന്നെ ഓഫർ ലെറ്റർ വരാൻ തുടങ്ങിയെന്ന് പറയും. ഇൻ്റർവ്യൂവിന് പോകാം, ഇപ്പോൾ ഏത് എടുക്കണമെന്ന് ചോദിക്കും. അപ്പോഴമ്മ പറയും ഞങ്ങൾ പോയി തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ഇവർ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവർ ഞെട്ടിപ്പോകും. കാര്യം ഇവർ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രം ഈ ഗ്രില്ലിട്ട ഈ മാതാവിൻ്റെ സന്നിധാനമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം ഞാൻ എപ്പോഴും ഈ സാക്ഷ്യം കേട്ടോണ്ട് ഞാൻ ഇന്നലെ നടന്ന സാക്ഷ്യമാണിത്. ഇന്ന് അപ്പീലുണ്ട്, നിങ്ങൾ പോയി അത് കാണണം കേട്ടോ. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഓർക്കണേ, ഇത് ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന ഈ മഹാതകർച്ചകളിലെ ഇവരെ മാതാവ് നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നം കാണിച്ച് സ്വപ്നത്തിലൂടെ കുടുംബം രക്ഷപ്പെടാനുള്ള വഴിയും സ്ഥലവും കാണിച്ചു കൊടുത്തതിൻ്റെ പൊരുൾ എന്താണെന്ന്. അപ്പോൾ ആ സാക്ഷ്യത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ സാക്ഷ്യത്തിൽ പറയുന്ന കാര്യം വെച്ചാൽ ഞാൻ എപ്പോഴും ക്ഷേത്രത്തിലോട്ട് പോകണ വഴിക്ക്, ഈ 100 മീറ്ററല്ലേ ഉള്ളൂ ക്ഷേത്രത്തിലോട്ട് പോകണ വഴിക്ക്, അപ്പോൾ ഒരു കുഞ്ഞു കുരിച്ചെടി ഉണ്ടാവും അമരോത്ഭ മാതാവിൻ്റെ. ആ കുഞ്ഞു കുരിശടിയിൽ കവർ ചെയ്താണ് ഞാൻ ക്ഷേത്രത്തിലോട്ട് പോണത്. ആ കുഞ്ഞു കുരിശടിയുടെ ഞാൻ പോകണ വഴിക്ക് മാതാവിനെ കാണുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവില്ല, ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. ഇതാണ് ഇവർ പറയണത്. അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവല്ലോ, ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് അവരുടെ പ്രാർത്ഥന. ഇത് ഇവർ എപ്പോഴും എല്ലാ ദിവസവും പറയണ സംഭവമാണ്. അതായത് നിങ്ങൾക്ക് മാതാവുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും തകർന്ന കാലത്ത് ആ റിലേഷൻ വെച്ചുകൊണ്ട് അമ്മ നിങ്ങളെ സഹായിക്കാൻ വന്നിരിക്കും. അതിൻ്റെ പേരിലാണ് നിങ്ങളിവിടെ ഇരിക്കണത്. ഏതെങ്കിലും കാലത്ത് മാതാവിനോട് നിങ്ങൾ കാണിച്ച പ്രത്യേക സ്നേഹത്തിൻ്റെ പേരിലാണ് ഈ കണ്ണീരിൻ്റെ കാലത്തേക്ക് ദൈവം ഈ ഉടമ്പടിയുടെ ആസ്ഥാനത്തേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഭവനത്തിലേക്ക് ഞങ്ങൾ ജീവിതം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. നന്ദി പറയുന്നു. ഹല്ലേലൂയ. നീ
എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ജീവിത ദുരിതങ്ങൾക്കെതിരെ ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. ഓരോ ദിവസവും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത സ്വപ്നതുല്യമായ വലിയ ദൈവിക ഇടപെടലാണ്. ആ സന്നിധാനത്തിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നീ പരീക്ഷിക്കാൻ നിൽക്കരുത് ദൈവത്തെ. നീ ഉടമ്പടി എടുത്ത് നോക്കട്ടെ എന്ന് പറയരുത്. ദൈവം ആദ്യം അടയാളം കാണിക്കാൻ വേണ്ടി നീ ഉടമ്പടിയിലെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അറച്ചു നിൽക്കരുത്. ദൈവം അത് എപ്പോഴായാലും നിന്നോട് വിശ്വസ്തത കാണിക്കും. നീ പക്കയായിട്ട് ചവിട്ടിയാൽ ഒടിയാത്ത സ്റ്റേജ് പോലെ റിലയബിളാകാൻ, വിശ്വസ്തയാകാൻ, വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തിയാകാൻ നോക്കാൻ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, മേരി മാതാവേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, വിശ്വസ്തതയെന്ന ഈ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. നീ എന്നാശ്രയം ഏതുവേരും നീ മാതാവേ, നീ എന്നാശ്രയം ഏതുവേരും മനമിടരുമ്പോഴും സുരമിടരുമ്പോഴും എനിക്കു തണലായെന്നും അമ്മയുണ്ടല്ലോ. മനമിടരുമ്പോഴും സുരമിടരുമ്പോഴും എനിക്കു തണലായെന്നും അമ്മയുണ്ടല്ലോ. അമ്മേ, നിൻ നീലയുള്ളിലെന്നെ പുതിയ സംരക്ഷിച്ചിടേ. അമ്മേ, നിൻ നീലയുള്ളിലെന്നെ പുതിയ സംരക്ഷിച്ചിടേ. മേരി മാതാവേ, എന്റെ നല്ലമ്മേ, നീ എന്നാശ്രയം ഏതുനേരം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കേരള സഭ ഇന്ന് വളരെയേറെ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സഭയായി മാറി. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സഭയായി കേരള സഭ മാറി. അത്രയും ആശങ്കകളും അത്രയും സംഘർഷങ്ങളും സഭയിൽ വന്നു. സഭയുടെ സംരക്ഷണം തന്നെ നഷ്ടപ്പെട്ട പോലെ നമുക്ക് തോന്നണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥന് സഭയെ സമർപ്പിക്കണം. നിങ്ങളുടെ ജപമാല പ്രാർത്ഥനയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ രൂപതകളെ സമർപ്പിക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങൾ ബലമുള്ളവരാണ്. ഉടമ്പടിയിലൂടെ ഒരു വ്യക്തി ബലം പ്രാപിക്കണ പോലെ വേറെ ഒരു പശ്ചാത്തലത്തിലും ബലം പ്രാപിക്കാൻ പറ്റത്തില്ല. കാരണം കൂദാശകളെല്ലാം ശക്തമായി അനുഷ്ഠിക്കുകയും സഭാജീവിതം പുനഃക്രമീകരിക്കുകയും സുവിശേഷ സാക്ഷ്യ ജീവിതം, സുവിശേഷ പ്രചാരണ ജീവിതവും എല്ലാം സമഗ്രമായ രീതിയിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന സ്വർഗീയ പദ്ധതിയാണ് ഉടമ്പടി. അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ നല്ല
കെലിബറുള്ളവരും അതുപോലെ തന്നെ ദൈവത്തിരുസന്നിധിയിൽ നല്ല ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി യോഗ്യരായ മനുഷ്യരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് യാചിക്കുന്നതിൻ്റെ കാരണം കേരള സഭയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കെൻ്റെ മനസ്സിൽ പറയണത്, കരിസ്മാറ്റിക് മുന്നേറ്റ കാലത്ത് ഒരു അബദ്ധം നമുക്ക് സംഭവിച്ചു. അത് കരിസ്മാറ്റിക് മുന്നേറ്റക്കാലം അറിയാമല്ലോ, അത് ഏതാണ്ട് 75 മുതലുള്ള മുന്നേറ്റക്കാലമാണ്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഉള്ള ആളാണ്. ഞാൻ 75-ലാണ് സഭയിൽ വന്നത്. ആ കാലം മുതൽ എനിക്കിതിൻ്റെ വൈബൊക്കെ അറിയാം. ഇപ്പം ഞാൻ അച്ഛനായിട്ട് തുമ്പോളി പള്ളിയിൽ വരുമ്പോൾ അവിടെ എൻ്റെ മനസ്സിന് സങ്കടപ്പെടുന്ന ഒരു കാര്യം സംഭവിച്ചു. അവിടെ കിഴക്കേടൻ അച്ഛനെന്നും പറഞ്ഞ് അന്ന് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ തലട്ടൊപ്പന്മാരിൽ ഒരാളായിരുന്നു ഫാദർ കിഴം. പുസ്തകങ്ങളൊക്കെ കൊണ്ട് നല്ല ആധ്യാത്മിക ഗുരുവാണ്. പക്ഷേ അദ്ദേഹം ഒരു ഗ്രോത്ത് റിട്രീറ്റ് അവിടെ മാതാവിൻ്റെ പള്ളി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് കൂടുന്നുണ്ട്. അപ്പോഴും ഒരു ചേടത്തി സൈഡിലൂടെ വന്ന് തുമ്പോളി മാതാവിനെ ഒരു തിരി കത്തിച്ച്, വേറെ പുറത്തുനിന്ന് വന്നവർ തീർത്ഥാടകയാണത്. ഉടനെ ഈ അച്ഛൻ അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞ് ആ തിരുവൈ ഊതിക്കെടുത്ത് എന്ന് പറഞ്ഞു. ആ തിരുവൈ ഊതിക്കെടുത്താൻ പറഞ്ഞു. ഇത് വിഗ്രഹ ആരാധനയാണ്, ഇവിടെ ഒന്നും ഇങ്ങനെ തിരികത്തിച്ചൊന്നുമല്ല മനുഷ്യൻ രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തി. എന്നിട്ട് ഇവിടുന്ന് ആളെ വിട്ട് ആ തിരി ഊതിക്കെടുത്തിച്ച്. പിന്നെ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, കരിസ്മാറ്റിക്കാർ ഇതുപോലെ അതിനകത്ത് ഒരു വിഭാഗം മാതാവിൻ്റെ തിരുസന്നിധിയിലുള്ള തിരികൾ മുഴുവനും കേരളം മൊത്തം ഊതിക്കെടുത്തി കളഞ്ഞു. മാതാവിനെക്കുറിച്ച് സംസാരിക്കാറില്ല അവർ. പിന്നെ KCBC ഇടപെട്ടപ്പോഴാണ് മാതാവിനെക്കുറിച്ച് ക്ലാസ് തന്നെ വെച്ചത്. പിന്നീട് ജോൺ പോൾ മാർപ്പാപ്പയുടെ കാലം വന്നപ്പോൾ പിന്നീട് പിശാച് അതായത് വളരെ വളരെ സൗമ്യമധുരമായ രീതിയിൽ നമ്മളെ വിശ്വസിപ്പിച്ച് തട്ടിപ്പ് കാണിച്ച് നമ്മളെ പറ്റിക്കുന്നത് പിശാച് ചില സമയത്ത് ഉന്നത സ്ഥാനങ്ങൾ അവർ ഉപയോഗിച്ച് കളയും. ഈ സിസ്റ്റർ ഫൗസ്തീനയുടെ കരുണക്കൊന്ത വന്നത് ആ കാലമാണ്. അതിലൂടെ ഒത്തിരി ആൾക്കാർ വിശുദ്ധീകരിച്ചു. പക്ഷേ എന്ത് പറ്റി, കുടുംബങ്ങളിൽ നിന്ന് ജപമാല പോയി. അതിന് പകരം പല അണ്ണന്മാരും കരുണക്കൊന്ത മാത്രം ചെല്ലാൻ തുടങ്ങി. കരുണക്കൊന്ത ജപമാല മാറ്റി എന്ന് പറയുമ്പോൾ കരുണക്കൊന്ത മാതാവിൻ്റെ അല്ല, അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ അധികരിച്ചുള്ള ഒരു പേഴ്സണൽ പ്രാർത്ഥനയാണത്. അവിടെ മാതാവില്ല, ജപമാലയില്ല. അപ്പോൾ ഇങ്ങനെ തന്ത്രപരമായ രണ്ട് ആധ്യാത്മികമെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ ഒത്തിരിയേറെ ആധ്യാത്മിക ഫലങ്ങൾ ഉളവാക്കിയിട്ടുള്ള പ്രസ്ഥാനങ്ങളിലൂടെ തന്നെയാണ് കേരള സഭയിൽ നിന്ന് മാതാവിനെ എടുത്ത് മാറ്റിക്കളഞ്ഞത്. തന്ത്രപരമായിട്ട് പിശാച് ചെയ്ത പരിപാടിയാണ്. അവസാനം അത് വന്ന് എവിടം വരെ എത്തിയെന്നറിയാവോ? അവസാനം വന്ന് അത് ഈ ഒക്ടോബർ 7-ാം തീയതി എന്ന് പറയുന്നൊരു ദിവസം മാതാവിൻ്റെ ജപമാല തിരുനാളിൻ്റെ ദിവസം തന്നെ ഒരു കാട്ടുജാതിക്കാരൻ്റെ വിഗ്രഹത്തെ റോമിൽ അൾത്താറിൽ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആ സംഭവം മാറി. അത് വിജയമാതാവിൻ്റെ തിരുനാൾ ദിവസമായിരുന്നു സംഭവിച്ചത്. ഇങ്ങനെ വളരെ ടെക്നിക്കലായിട്ട് മാതാവിനെ എടുത്ത് സഭയിൽ നിന്ന് കളഞ്ഞോടുകൂടി സഭയ്ക്ക് പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യം, കുരിശിൽ കിടന്ന് ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് മാതാവിന് നമുക്ക് തന്നത് മാതാവിൻ്റെ തിരുനാൾ നടത്തി നാടകം കളിക്കാനല്ല. മാതാവ് ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഈശോയുടെ മനസ്സിലൂടെ ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് എൻ്റെ അർത്ഥം. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന അമ്മ. ഇപ്പം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്നല്ല ഞാൻ പറയണത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയണത് ഉടമ്പടി ജീവിതമാണ്. ആ ഉടമ്പടി ജീവിതത്തിൻ്റെ വാഗ്ദാന പേടകവും മാതൃകയും മധ്യസ്ഥയും പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയെന്ന് പറയണത് ദൈവം നമുക്ക് കൽപ്പിച്ച് നൽകിയ പുതിയ നിയമത്തിലെ ഒരു ഉടമ്പടി ജീവിതത്തിൻ്റെ ആളായ്മയാണ്. ഈ ആധ്യാത്മിക സ്രോതസ്സിനെ തല്ലിക്കെടുത്തി കളഞ്ഞുകൊണ്ടാണ് അപ്പം തന്നെ നമ്മുടെ വീര്യശക്തി നഷ്ടപ്പെട്ടു. ഇനി ഇത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക. കണ്ടില്ലേ, ഇപ്പം പറഞ്ഞ ഓരോ സാക്ഷികൾ കാണുമ്പോൾ അറിയാമില്ല,
ആ സാക്ഷ്യങ്ങളുടെ റീച്ച് കണ്ട വലിയ കരിസ്മാറ്റിക് മുന്നേറ്റ കാലത്ത് പോലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് കൃപാസനത്തിൽ അമ്മ ചെയ്യണത്. വിളിച്ചുണർത്തി കൊണ്ടുവന്ന് എവിടെയാണ് അനുഗ്രഹം ഇരിക്കണത്, എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന് തൊട്ടടുത്ത് കൊണ്ട് വിളിച്ച് കൈ പിടിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന സ്വപ്നങ്ങൾ ഇതൊരു കാലത്തും സംഭവിക്കാത്ത ഭാഷാപരം ഉണ്ടായിട്ടുണ്ട്. മനുഷ്യന് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നു. കരിസ്മാറ്റിക് കാലത്ത് സ്വപ്നങ്ങൾ സാധാരണ മനുഷ്യർക്ക് കുറവായിരുന്നു. ഇന്ന് സ്വപ്നം കൃപാസനത്തിൽ ഉടമ്പടി സാക്ഷ്യം പറയുന്നവരെ നല്ല ശതമാനം ആൾക്കാരും സ്വപ്നങ്ങളെക്കുറിച്ച് പറയും. കാര്യം സ്വപ്നങ്ങൾ അനാദികാലം മുതൽ ഇന്ന് വരെ ദൈവം വിശ്വാസിക്ക് തൻ്റെ തിരുമനസ് വെളിപ്പെടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ്. അത് ഉടമ്പടിയിൽ ശക്തീകരിച്ചു എന്നുള്ളതാണ് ഉടമ്പടിയുടെ ഇക്കാലത്ത് ദൈവത്തിൻ്റെ പദ്ധതിയാകാൻ ഒരു കാരണം. പലപ്പോഴും നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, എല്ലാവരും ഇപ്പം മാതാവിനെ കാണുന്നുണ്ടല്ലോ, എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ടതെന്ന് ധരിക്കുന്നവരുണ്ട്. ഇറ്റ് ഇസ് നോൺ സെൻസ്. നിങ്ങൾക്ക് മാതാവിനെ കാണുന്നതും സ്വപ്നത്തിൽ കാണുന്നതും പ്രത്യക്ഷപ്പെടുന്നതുമെല്ലാം നിങ്ങളുടെ ഉടമ്പടിയുടെ പാക്കേജിൻ്റെ ഭാഗമാണ്. ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. ഐസയ്യ നമ്മൾ 9:1 വായിക്കുന്നില്ല, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷെ കൃപാസനത്താരെ വന്നത് അതല്ല. കൃപാസനത്താരെ വന്നത് സമഘടികാരം നെഞ്ചിൽ ചാർത്തിയിട്ട് 10:8 സൂചി കാണിച്ചുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് അവസാന കാലത്ത് പ്രകൃതിയുടെ നിറമായ സിൽവർ ഗൈയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ആന്തർദേശീയ സഭയ്ക്കും ആഗോള സഭയ്ക്കും വേണ്ടിയുള്ള പ്രത്യക്ഷീകരണമാണ്. അത് പ്രൈവറ്റായിട്ടൊരു വ്യക്തിക്കുള്ള പ്രസിദ്ധീകരണമല്ല. സഭ ഇത് പഠിക്കണം. എന്താണ് ക്ലോക്ക്, എന്താണ് 10:8, എന്താണ് സിൽവർ ഗിരെ, എന്താണ് ദുരന്തം, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സഭ പഠിക്കണം. അതിനാണ് നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം. സഭ എത്രയും വേഗത്തിൽ പഠിക്കാനും പഠിച്ചിട്ട് ഇതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കാനും സഭയ്ക്ക് അതാത് കാലത്ത് പ്രാദേശികമോ അന്തർദേശികമായോ വരുന്ന എല്ലാവിധ തകർച്ചകളെയും അതിജീവിക്കാൻ വേണ്ടി മരിയൻ ജീവിത രീതിയാകുന്ന ഉടമ്പടി സംസ്കാരത്തിലേക്ക് സഭ പുനഃക്രമീകരിക്കപ്പെടാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടി ആരാധനയോടെ തിരുസഭയെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. മാതാവേ, എന്റെ നല്ലമ്മേ, നീ എന്റെ ആശ്രയം, ഏതു നേരത്തും. നീ മാതാവേ, എന്റെ നല്ലമ്മേ, നീ എന്റെ ആശ്രയം, ഏതു നേരത്തും. മനമിടരുമ്പോഴും സ്വരമിടരുമ്പോഴും എനിക്ക് തണലായെന്നും അമ്മയുണ്ടല്ലോ. മനമിടരുമ്പോഴും സ്വരമിടരുമ്പോഴും എനിക്ക് തണലായെന്നും അമ്മയുണ്ടല്ലോ. അമ്മേ, നിൻ നീലയുള്ളിലെന്നെ പുതിയ സംരക്ഷിച്ചിടേ. അമ്മേ, നിൻ നീലയുള്ളിലെന്നെ പുതിയ സംരക്ഷിച്ചിടേ. മാതാവേ, എന്റെ ധർമ്മമേ, നീ എന്റെ ആശ്രയം, ഏതു നേരത്തും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കണം. ഉദരത്തിൽ സിസ്റ്റുള്ളവർ, ഉദ്ദേശം ഓപ്പറേഷൻ കഴിഞ്ഞവർ, ഉദ്ദേശം ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നവർ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അതുപോലെ തന്നെ ചെയ്യുക. കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ആന ചവിട്ടണ പോലെ നെഞ്ചത്ത് വേദനയും ഭാരമുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അരികിൽ വരേണേ
സുഖമായിടും എൻ്റെ ഉള്ളം. അതുപോലെ തന്നെ വലത് ബ്രസ്റ്റിന് സിസ്റ്റുള്ള മുഴയുള്ള ഓടിക്കളിക്കുന്ന ഒരു മുഴയുള്ള വ്യക്തിയെ മകളെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തുടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉദരവേദനയുള്ളവർ വയറ് കൈവച്ചുകൊണ്ടും ശ്വാസകോശ രോഗികൾ നെഞ്ച് കൈവച്ചുകൊണ്ടും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഓരോ വയറിലും കർത്താവെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ശ്വാസകോശ രോഗികളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വയറും നെഞ്ചും കഴുകട്ടെ. മാരക രോഗങ്ങൾ തീരാവേദികളെ യേശു ക്രിസ്തു യേശു നാമം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കരുണയാകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നടുവേദനയുള്ളവരെ, അവന് കിഡ്നിക്ക് അസുഖങ്ങളുള്ളവരെ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഗർഭാശയ രോഗികളെ, അവൻ്റെ പീരീഡ്സ് റെഗുലർ അല്ലാത്തവരെ, മക്കളില്ലാത്തവരെ അടിവയറ്റ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മുടി കൊഴിയുന്നവരെ, ശിരസ് രോഗികളെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ, തൊണ്ടയ്ക്ക് അസുഖങ്ങളുള്ളവരെ മുഖത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അത് ശക്തമായി സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ്, ഉദര രോഗികളെ, ശിസ്റ്റുള്ളവരെ, ഗർഭാശയ രോഗികളെ, മക്കളില്ലാത്തവരെ, നടുവേദനക്കാരെ, അതുപോലെ കിഡ്നി രോഗികളെ, കർത്താവ് ശിരസ് രോഗികളെ, കാഴ്ചക്കുറവുള്ളവരെ, കേൾവിക്കുറവുള്ളവരെ, മുടി കൊഴിയുന്നവരെ, ഉറക്കമില്ലാത്തവരെ, പ്രഷർ കൂടുന്നവരെ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, യേശുവേ ആരാധന. വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പലതരത്തിലുള്ള സ്രാവരോഗങ്ങളുള്ളവർ, ചെവിയിൽ നിന്ന് സ്രാവങ്ങളുള്ളവർ, നിർത്താത്ത ജലദോഷമുള്ളവർ, ശരീരം ചൂടാകുന്നവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, അങ്ങനെ മൂത്രം അറിയാതെ പോകുന്നവർ, രക്തം പോകുന്നവർ, മലവും മൂത്രം അറിയാതെ പോകുന്നവർ, അവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, സ്രാവരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അതി ഉരുക്കമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, രക്തസ്രാവ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന അറിയാതെ സ്രാവങ്ങൾ പോകുന്നവരെ, ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നവർ, അങ്ങനെ എല്ലാവിധ സ്രാവങ്ങളെ, കർത്താവ് ജലദോഷമുള്ളവരെയും, കർത്താവ് ബ്ലഡ് വന്നാൽ, കർത്താവ് മുറിഞ്ഞാൽ, കർത്താവ് ബ്ലഡ് നിൽക്കാതിരിക്കുന്നവരെ യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ത്വക്ക് രോഗങ്ങൾ, ചിരങ്ങ്, ചൊറികൾ, ചുണങ്ങുകൾ ഉള്ളവരെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അസ്ഥി ഉരുക്കമുള്ളവരെ, അതുപോലെ തന്നെ
എല്ലിന് കേടുള്ളവരെ, പൊട്ടലുള്ളവരെ, റോഡ് ഇട്ടിരിക്കുന്നവരെ, സ്റ്റീൽ റോഡ് ഇട്ടിരിക്കുന്നവരെ, അപകടത്തിൽപ്പെട്ടു പോയവർ, കിടപ്പിലായിപ്പോയവർ, തലവാത രോഗികളെ, അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അത് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ ത്വക്ക് രോഗികളെ, അസ്ഥി രോഗികളെ, അസ്ഥി ഒടിഞ്ഞുപോയവരെ, അസ്ഥി കൂടാത്തവരെ, മുറി കൂടാത്തവരെ, രക്തം വാർന്നുകൊണ്ടിരിക്കുന്നവരെ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ രക്തോട്ടം കർത്താവ് രക്തോട്ടം നിലക്കാത്തവരെ യേശു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാള ദൈവശക്തിയെ സൗഖ്യം പ്രാപിക്കട്ടെ. സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. തൈറോയിഡിന് അസുഖമുള്ളവരെ, ടോൺസൈറ്റ് അസുഖമുള്ളവരെ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ യഥാസ്ഥലങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. നടുവല്ല് തിരിഞ്ഞവരെ, കശേരുക്കുകൾ ഇടറിപ്പോയവരെ, കശേരി ഡെവിക്കുന്നവരെ, അതുപോലെ തന്നെ ഇടുപ്പിൻ്റെ അസുഖമുള്ളവരെ, ഇടുപ്പ് ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയവരെ അവിടെയെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവ് ഉച്ച പാങ്ക്രിയാസിൻ്റെ രോഗമുള്ളവരെ, ആന്തരികമായ ഓരോ രോഗങ്ങളുള്ളവരെ, കൈവെക്കാൻ പാടില്ലാത്തവരെ, തളർന്ന കിടപ്പിൽ നടക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ, ശക്തമായി പ്രാർത്ഥിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന. ഹല്ലേലൂയ. സൗഖ്യം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ആയിരിക്കട്ടെ. ഇനിയിപ്പോൾ ഇതിന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീടില്ലാത്തവരെ, സ്ഥലം ഇല്ലാത്തവരെ, ജോലി ഇല്ലാത്തവരെ, വരുമാന മാർഗം മുട്ടിപ്പോയവരെ, കടകമ്പോളങ്ങളും വ്യവസായ വ്യാപാരങ്ങളും ഒക്കെ അടഞ്ഞു പോയവരെ, വലിയ ജപ്തി നടപടി ഭീഷണി നേരിടുന്നവരെ, ലോണിന് അപ്ലൈ ചെയ്ത് കിട്ടാത്തവരെ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവരെ, വാങ്ങിക്കാൻ പറ്റാത്തവരെ, വെച്ച വീടിൻ്റെ പണി ഇടക്കൊച്ച് നിന്ന് പോയവരെ, മക്കളെ വിദേശത്ത് പോയവർ, അവർക്ക് ജോലിയാകാത്തവർ, ശമ്പളം കിട്ടാത്തവർ, ജയിലിലായി പോയവരെ, പരീക്ഷ എഴുതിയവർ, വ്യത്യസ്തങ്ങളായ പരീക്ഷ ഇൻ്റർവ്യൂ ടെസ്റ്റും പാസ്സാകാൻ വേണ്ടി പരീക്ഷ എഴുതി കഴിഞ്ഞവർ, എഴുതാൻ പോകുന്നവരെ അവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടുംബജീവിതത്തിൽ തകർച്ചയുള്ളവർ, വിവാഹം മോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർ, പിരിഞ്ഞു പോയവർ, വീണ്ടും കൂടാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാവരും കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉള്ള കുഞ്ഞുങ്ങൾ രോഗമുള്ളവർ, ഒരു ആൺകുഞ്ഞിനോ പെൺകുഞ്ഞിനോ വേണ്ടി പ്രത്യേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, touch the fire finger, suck with the precious blood, and authority of the Catholic Church, the power of Jesus Christ, with the baptism of the Holy Priesthood, I bless and hallow you. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന് മതാവിൻ്റെ മധ്യസ്ഥയിൽ പൂർണ്ണമായി മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന.